അനൻസിയും ജ്ഞാനത്തിന്റെ കലവും. ഒരു കാലത്ത് മനുഷ്യരാശി തീയും ചക്രവും കണ്ടെത്തുന്നതിനു മുൻപേ ആഫ്രിക്കയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരാൾ ജീവിച്ചിരുന്നു. അനൻസി എന്ന മാലാഖ. ആകാശത്തിലെ ശക്തനായ രാജാവായ നയാമിന്റെ പുത്രനായിരുന്നു അനൻസി. അനൻസി വളരെ ആകാംക്ഷാകുലനും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിരുന്നു. ഇത് അനൻസിയുടെ പിതാവിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ഒടുവിൽ ജ്ഞാനത്തിന്റെ കലം അവന് സമ്മാനിക്കാനും തീരുമാനിച്ചു. അനാൻസി, എന്റെ പുത്ര, അറിവിന് വേണ്ടിയുള്ള അന്വേഷണം എന്നെ സന്തോഷവാനാക്കി. അതുകൊണ്ട് തന്നെ ഈ ജ്ഞാനത്തിന്റെ കുടം നിനക്ക് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓഹോ, ഈ കലം നിന്റെ ജീവിതത്തിൽ ഒരുപാട് അറിവുകൾ പകർന്നു തരും. എന്നാൽ ഓർക്കുക, നല്ല അറിവുകൾ ഒരിക്കലും നീ കൈമാറാൻ മറക്കരുത് മകനെ. എന്നാൽ കാലം കണ്ട് അമ്പരന്ന അനൻസി അതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. നന്ദി പിതാവേ, ഈ കലം സുരക്ഷിതമായി സൂക്ഷിക്കുകയും നന്നായി പഠിക്കുകയും ചെയ്തോളാം. കാലക്രമേണ ജ്ഞാനത്തിന്റെ കലത്തിൽ നിന്നും അനൻസി ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കുകയും അതിൽ നിന്ന് ഓരോ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. ഞാൻ എന്താണ് ഉണ്ടാക്കിയെന്ന് നോക്കു പിതാവേ. കൊള്ളാം, ഞാൻ നിന്നിൽ അഭിമാനിക്കുന്നു പുത്ര. ഈ ആശയം ഗ്രാമീണരുമായി പങ്കിടാത്തത് എന്തുകൊണ്ട്? ഈ ഉപകരണം ഞാൻ പങ്കിടാനോ? സാധ്യമല്ല. ഇത് എന്റെ സൃഷ്ടിയാണ്. ഞാനല്ലാതെ മറ്റാരും ഇത് ഉപയോഗിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് നയാമിയെ ആശങ്കകുലനാക്കി. പക്ഷേ അദ്ദേഹം ഒന്നും തന്നെ പറഞ്ഞില്ല. എല്ലാം കാലത്തിന് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തീ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് അനൻസി പഠിച്ചു. അവൻ അതീവ സന്തോഷവാനായി. ഉടനെ തന്നെ അവൻ പിതാവിനോട് കൂടാരത്തിലേക്ക് വരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ദൂതയച്ചു. നയാമി എത്തിയതും തീ കണ്ടതിൽ അദ്ദേഹം അതീവ പ്രസന്നവദനായി. പിതാവേ, ഞാൻ ഈ കൂടാരത്തിൽ അഗ്നി സൃഷ്ടിച്ചിരിക്കുന്നു. ഇനി എനിക്ക് ഇരുട്ടിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. എനിക്കിനി തണുപ്പ് സഹിക്കേണ്ടതില്ല. ഞാൻ ഇനി എന്റെ ശരീരത്തിൽ വെളിച്ചവും ചൂടും നിറച്ചുകൊണ്ട് ആസ്വദിക്കും. നയാമി അഭിമാനത്തോടെ പുഞ്ചിരിച്ചു. നീ ഇവിടെ നേടിയതിന്റെ മഹത്വം നിനക്കറിയില്ല പുത്ര. ഈ കണ്ടെത്തൽ മാനവികതയെ പുതിയ തലത്തിലേക്ക് ഉയർത്തും. നീ അത് ഉടൻ തന്നെ ആളുകളുമായി പങ്കിടേണ്ടതാണ്. പിതാവേ, ഞാൻ തനിച്ചാണ് ഈ കണ്ടുപിടുത്തങ്ങൾക്കുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. പിന്നെ ഈ മടിയന്മാരായ ഗ്രാമവാസികളോട് എന്റെ ഈ കഷ്ടപ്പാടിന്റെ ഫലം പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അനൻസിയുടെ വാക്കുകളിൽ നയാമി ആശങ്കാകുലനായി. ഇനിയും മിണ്ടാതിരിക്കുന്നത് ശരിയല്ല എന്ന് നയാമി മനസ്സിലാക്കി. അനാൻസി, ഈ ജ്ഞാനക്കലത്തിന്റെ ശരിയായ ഉടമ എന്റെ പുത്രനാണെന്ന് അറിഞ്ഞതിൽ ഞാൻ അതീവ സന്തോഷവാനായിരിക്കുന്നു. എന്നാൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കി. നീ ആ കലം തിരിച്ചു തന്നേക്കൂ. ഇതിന്റെ അറിവ് ലോകവുമായി പങ്കിടാൻ തയ്യാറായ ഒരാളെ ഞാൻ ഇപ്പോൾ തന്നെ കണ്ടുപിടിച്ചോളാം. ഇത് അനൻസിയെ വല്ലാതെ ദേഷ്യപ്പെടുത്തി. അവൻ ഉടനെ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, പിതാവേ, നിങ്ങൾക്കൊരിക്കലും കണ്ടെത്താനാവാത്ത ഒരിടത്ത് ഞാൻ ആ കലം മറച്ചു വെച്ചിരിക്കുകയാണ്. അത് നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് ഒരുപാട് അകലെയാണ്. നയാമി ഒരു നിമിഷം ചിന്തിച്ചു. എന്നിട്ട് പറഞ്ഞു, അനാൻസി, നീ ഈ മനുഷ്യരുടെ ഇടയിൽ ജീവിക്കാൻ ഒരിക്കലും അർഹനല്ല. നീ ഇപ്പോൾ തന്നെ ഇവിടം വിട്ടുപോവുക. നിന്റെ തെറ്റ് മനസ്സിലാക്കുന്ന അന്ന് നിനക്ക് തിരിച്ചു വരാം. ഈ കലം എത്ര ദൂരെയാണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ഞാനത് കണ്ടുപിടിച്ചോളാം. അത് പറഞ്ഞുകൊണ്ട് നയാമി അന്തരീക്ഷത്തിലേക്ക് അപ്രത്യക്ഷമായി. ഈ കലം ഇവിടുത്തെ മനുഷ്യർ ഒരിക്കലും അർഹിക്കുന്നില്ല എന്ന് എന്റെ പിതാവ് മനസ്സിലാക്കിയില്ല. എന്തായാലും ഈ കലം മരങ്ങൾക്കിടയിൽ ഒളിപ്പിക്കാൻ തീരുമാനിച്ചു. ആരും ഇതൊരിക്കലും കണ്ടുപിടിക്കില്ല. മറച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് കലം പുറത്തെടുത്ത് അനൻസി വീട്ടിൽ നിന്നും ഇറങ്ങി. ഈ ജ്ഞാനക്കലത്തിന് ഞാൻ മാത്രമാണ് അർഹൻ. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നോട്ട് പോകില്ല. അനൻസി ആഴത്തിലുള്ള കാടുകൾ തേടി ഒരുപാട് ദൂരം പോയി. അവൻ അങ്ങും ഇങ്ങുമെല്ലാം ആ കലം ഒളിപ്പിക്കുവാനുള്ള ഇടം തിരഞ്ഞു. പക്ഷെ എവിടെയും അങ്ങനെയൊരിടം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അവന് വല്ലാത്ത ക്ഷീണവും ദാഹവും തോന്നി. ഓ, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു. എവിടെ നിന്ന് എനിക്കൊരല്പം വെള്ളം കിട്ടും? അത് ഒരു നദിയാണോ? അതെ, നല്ല തണുത്ത മധുരമുള്ള വെള്ളം. ഞാൻ എത്തി. നദീതീരം വഴുതിയതും കുത്തനെയുള്ളതുമാണെന്ന് കണ്ട അനൻസിക്ക് നിസ്സഹായത അനുഭവപ്പെട്ടു. അവൻ ജ്ഞാനത്തിന്റെ കലം തന്റെ കൈകളിൽ നിന്ന് വീണ് തകരുമെന്ന് ഭയപ്പെട്ടു. എങ്ങനെ ഞാൻ അവിടെ എത്തും? ഇത് വളരെ വളരെ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അനൻസി വെള്ളത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അയാൾ അവിടേക്ക് നോക്കിയപ്പോൾ ഒരു കൊച്ചുകുട്ടി അവനെ നോക്കി പുഞ്ചിരിക്കുന്നത് കണ്ടു. ആ കൊച്ചുകുട്ടി മുന്തിരിവള്ളിയും ഇലകളും കൊണ്ട് നിർമ്മിച്ച കലത്തിൽ വെള്ളം കോരുകയായിരുന്നു. ആ കുട്ടി വെള്ളം നിറച്ച കലം പതിയെ വലിച്ചെടുത്ത്
അനൻസിക്ക് നൽകി. അനൻസി ഒരു നിമിഷം ആശ്ചര്യത്തോടെ നോക്കി. അതവന്റെ കയ്യിൽ നിന്നും വാങ്ങി പെട്ടെന്ന് തന്നെ കുടിച്ചു തീർത്തു. കാരണം അവന് വല്ലാതെ ദാഹിക്കുന്നുണ്ടായിരുന്നു. ഓ ഓ ഓ ഓ കൊച്ചു കൂട്ടുകാരാ, വളരെ നന്ദി. ഗുഗു. അനൻസി പതിയെ തല പിന്നിലേക്ക് വലിച്ചു. ഗംഭീരം തന്നെ. പിന്നെ ഒരിക്കൽ കൂടി നന്ദി. ശരി, എനിക്കിപ്പോൾ തന്നെ പോകണം. ഗുഗു. ഓ സാരമില്ല. അനൻസി തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കൊച്ചുകുട്ടി അവനെ പിന്തുടരുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. എന്നാൽ അനൻസിക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്താ, നീ എന്തിനാണ് എന്നെ പിന്തുടരുന്നത്? ഗുഗു. ഇല്ല ഇല്ല ഗുഗു, നീ നിന്റെ ഗോത്രത്തിലേക്ക് മടങ്ങിപ്പോകൂ. ഗുഗു. അനൻസി ഒരു ദീർഘനിശ്വാസം എടുത്ത് വീണ്ടും നടത്തം തുടർന്നു. എന്നാൽ ആ കുട്ടി അവനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. നിന്നെ കണ്ടാൽ പ്രശ്നക്കാരനായ ഒരു കൊച്ചു മനുഷ്യനെ പോലെ ഉണ്ടല്ലോ. ഒടുവിൽ അവർ നടന്നു നടന്ന് ഒരു വലിയ മരം കണ്ടെത്തി. ആ മരത്തിൽ എല്ലാ ദിശകളിലും ചുറ്റിപ്പടർന്നു കിടക്കുന്ന ഒരുപാട് ചില്ലകൾ ഉണ്ടായിരുന്നു. ഇതാണ് ജ്ഞാനത്തിന്റെ കലം മറച്ചുവെക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം എന്ന് അവന് തോന്നി. എന്റെ ജ്ഞാനക്കലം വെക്കുവാനുള്ള നല്ല സ്ഥലം ഇതുതന്നെയാണ്. അനൻസി അതിൽ കയറാൻ തീരുമാനിച്ചു. അവൻ കലം ഒരു കൈയിൽ പിടിച്ച് മറ്റേ കൈ ഉപയോഗിച്ച് മരത്തിൽ കയറാൻ ശ്രമിച്ചു. പക്ഷേ അവൻ താഴെ വഴുതി വീണുകൊണ്ടേയിരുന്നു. അവന് ആ കലം അവന്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടുമെന്ന് ഭയമുണ്ടായിരുന്നു. ഗുഗു. എന്താണത്? മരത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു മുന്തിരിവള്ളിയെ പിടിച്ചിരിക്കുന്ന കുട്ടിയെ കാണാൻ അനൻസി തിരിഞ്ഞു. ആ കുട്ടി കലത്തിലേക്ക് ആംഗ്യം കാണിക്കുകയും മുന്തിരിവള്ളിയിൽ ഒരു കെട്ടിടുകയും ചെയ്തു. ഗുഗു. അനൻസിക്ക് അത് ഇഷ്ടപ്പെട്ടു. ഇത് വളരെയധികം കൊള്ളാമല്ലോ. അവൻ മരത്തിനടുത്തേക്ക് പോയി ഒരു മുന്തിരിവള്ളി പൊട്ടിച്ചെടുത്തു. ആ കുട്ടി നിർദ്ദേശിച്ചതുപോലെ തന്നെ ചെയ്തു. പിന്നെ ആ കൊച്ചുകുട്ടി കണ്ടുകൊണ്ടിരിക്കെ അവൻ ആ മരത്തിൽ കയറാൻ തുടങ്ങി. മരത്തിന്റെ ഏറ്റവും ഉയരമുള്ള ശാഖയിലേക്ക് അവൻ കയറി. ഓ, അവസാനം ഞാൻ ഇവിടെ എത്തി. ജ്ഞാനത്തിന്റെ കലം സൂക്ഷിക്കാനുള്ള ഏറ്റവും നല്ല സ്ഥലം ഇത് തന്നെയാണ്. ആർക്കും ഇത് കണ്ടുപിടിക്കാനാകില്ല. അനൻസി അവിടെ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ ആ കൊച്ചുകുട്ടി മണൽ കൊണ്ട് ഒരു കുഞ്ഞു പർവ്വതവും അതിനു ചുറ്റും നദി പോലുള്ള ചിത്രരേഖകളും നിർമ്മിക്കുകയായിരുന്നു. അനൻസി ആ കുട്ടിയെ ആശ്ചര്യത്തോടെ നോക്കി. ഇത്രയും കഠിനമായ എന്റെ യാത്രയിൽ ആ ജ്ഞാനത്തിന്റെ കലം അല്ലല്ലോ എന്നെ സഹായിച്ചത്, മറിച്ച് ആ കൊച്ചുകുട്ടിയാണല്ലോ. ഇത്രയും കാലം എന്ത് വിഡ്ഢിത്തങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് അവന് ബോധ്യമായി. ജ്ഞാനത്തിന്റെ കലം ഇല്ലാതെ തന്നെ ഈ കൊച്ചുകുട്ടി ഇത്രയും ബുദ്ധിശാലിയാണെങ്കിൽ മൊത്തം മനുഷ്യർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. അവർക്ക് വേണ്ടത് ഒരല്പം പ്രചോദനം മാത്രമാണ്. കുറച്ചറിവ് പകരേണ്ടത് അനിവാര്യമാണ്. അനൻസി കലത്തിലേക്ക് ഒരു നിമിഷം നോക്കി നിന്നു. എന്നിട്ട് ഒടുവിൽ ഒരു തീരുമാനത്തിലെത്തി. നല്ല അറിവ് വെച്ച് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യം അത് കൈമാറുക എന്നതാണ്. അതെ, പിതാവ് പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പോൾ എനിക്ക് മനസ്സിലായി. അനൻസി മരത്തിൽ നിന്ന് താഴേക്കിറങ്ങി ആ ജ്ഞാനത്തിന്റെ കലം നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. ശക്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയിൽ പതിച്ച് തകർന്നു പോവുകയും ചെയ്തു. അതിൽ നിന്ന് ജ്ഞാനം അപ്രത്യക്ഷമാവുകയും ചെയ്തു. അത് ഗ്രാമത്തിന്റെ ദിശയിലേക്ക് ഒഴുകിപ്പോയി. ഗുഗു. അതെ, എനിക്കറിയാം. ഇപ്പോൾ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ മനുഷ്യമാലാഖയായ അനൻസി ഒടുവിൽ മനുഷ്യകുലത്തിന്റെ അധ്യാപകനായി മാറി. തീ കത്തിക്കേണ്ട വിദ്യയും ചക്രമുണ്ടാക്കേണ്ട രീതിയും കാർഷിക വിദ്യകളും അവൻ അവരെ പഠിപ്പിച്ചു. അവൻ എല്ലാവരെയും സഹായിച്ചു. ചെറിയ കുട്ടികളോട് കഥകൾ പറഞ്ഞു. അതേസമയം ജ്ഞാനപാത്രത്തിൽ നിന്നും വെള്ളത്തിൽ ചിതറിയ അറിവും വിവേകവും ലോകമെമ്പാടുമുള്ള ആളുകൾക്കിടയിൽ വ്യാപിച്ചു. അവരിൽ പലരെയും ബുദ്ധിമാനും വിവേകശാലികളുമാക്കി. അതവരെ ഭൂമിയിലെ ഏറ്റവും ശക്തരായ ഇനമാക്കി തീർത്തു. അനൻസിക്ക് നന്ദി. ആ ജ്ഞാനപാത്രം ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും ഒരാൾക്ക് മാത്രം ലോകത്തിലെ എല്ലാ കഴിവും കിട്ടാത്തത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ എപ്പോഴും അറിവ് പകർന്നു കൊടുക്കുന്നതും. അഥവാ എല്ലാവർക്കും എല്ലാ കഴിവും ഉണ്ടായാൽ, അല്ലെങ്കിൽ എല്ലാ അറിവും ഒരാളിൽ മാത്രം ആയിരുന്നാൽ ഈ ലോകം ഒരിക്കലും വളരില്ലായിരുന്നു. ഒരു വിളക്ക് മറ്റൊരു വിളക്കിന് വെളിച്ചം പകരുന്നത് പോലെ തന്നെ അറിവും പകർന്നു നൽകിയാൽ വളരും. അത് ഒരിക്കലും മൂടിവെക്കരുത്. ഗുഗു.